സമർപ്പണ രാമായണ ഫെസ്റ്റിനോടനുബന്ധിച്ച് കർക്കിടക രാമസന്ധ്യയും സൽക്കാരവും സംഘടിപ്പിച്ചു. തൃശൂർ വൃന്ദാവനിൽ നടന്ന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഓഗസ്റ്റ് 12-ന് നടക്കുന്ന രാമായണ ഫെസ്റ്റിവൽ ചർച്ചാ സദസ്സുകളും പുരസ്കാരദാനവും വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഭാരതീയ പൈതൃകത്തിലൂന്നി തുടർച്ചയായ 7ാം വർഷമാണ് സമർപ്പണയുടെ നേതൃത്വത്തിൽ രാമായണ ഫെസ്റ്റ് നടക്കുന്നത്. രാമായണ ഫെസ്റ്റിന് മുന്നോടിയായി നടന്ന കർക്കിടക സന്ധ്യയ്ക്ക് വൃന്ദാവനിൽ ഭദ്രദീപം തെളിഞ്ഞു. രാമായണ ഫെസ്റ്റ് ചെയർമാൻ കിട്ടു നായർ അധ്യക്ഷനായ ചടങ്ങ് രക്ഷാധികാരി VK വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. പ്രാസംഗികനായ OS സതീഷ് രാമായണ സന്ദേശം നൽകി. പുതിയ വിദ്യാഭ്യാസ രീതി കാണുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു നമ്മുടെ വൈദികമായ ഒരു വിദ്യാഭ്യാസം അത് ചോദ്യം ഉന്നയിക്കാൻ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുന്നതാണ്. ചോദ്യം ഉന്നയിക്കുന്നതിലാണല്ലോ കഴിവുള്ളത്. സ്വവ്യക്തമായി കാര്യമത്ര പ്രസക്തിയോടുകൂടി ഒരു ചോദ്യത്തെ ഉന്നയിക്കാൻ ഒരാൾ പ്രാപ്തനാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല വിദ്യാർത്ഥി. അവൻ വിദ്യയെ അർത്ഥിക്കുവാൻ വേണ്ടി തൻ്റെ സംശയങ്ങളെ മുഴുവൻ ദൂരീകരിച്ചുകൊണ്ട് അവന് വേണ്ടതെന്തോ അത് സ്വായത്തമാക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ആദ്യത്തെ ഗ്രന്ഥമാണ് രാമായണം. ചടങ്ങിൽ ജനൻ TV പ്രോഗ്രാം ഹെഡ് തിരൂർ രവീന്ദ്രൻ, BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. പ്രോഗ്രാം ജനറൽ കൺവീനർ PC സേതുമാധവൻ, കൺവീനർ ശോഭന മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഓഗസ്റ്റ് 12-ന് നടക്കുന്ന രാമായണ ഫെസ്റ്റിൽ പ്രസിദ്ധ കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക് വാത്മീകി പുരസ്കാരം നൽകും. പ്രത്യേക പുരസ്കാരത്തിന് അർഹനായ ചലച്ചിത്ര പിന്നണി ഗായകൻ V ദേവാനന്ദനെയും ജനകീയ ബാലതാരങ്ങളായി തിരഞ്ഞെടുത്ത ദേവനന്ദയെയും മാസ്റ്റർ സദാശിവകൃഷ്ണയെയും ചടങ്ങിൽ ആദരിക്കും. ജനം, തൃശൂർ.